നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. നമ്മൾ പഠിച്ചു വന്ന കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2020 ഡിസംബർ മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ജനുവരി മുതൽ ഡിസംബർ വരെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ സെലക്റ്റഡ് പോയിന്റ്സ് മുഴുവൻ PSC ബുള്ളറ്റിനെ ബേസ് ചെയ്തും ന്യൂസ് പേപ്പറിനെ ബേസ് ചെയ്തും കവർ ചെയ്യുകയാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മന്ത്ലി പഠിക്കുന്ന കൂടാതെ 2019 20 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റഡ് പോയിന്റ്സ് ഇതിൽ ആഡ് ചെയ്യുമെന്ന്. അത് ഉടൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ തീർത്തിട്ട് നമുക്ക് 2021 മാർച്ച് മുതലുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒപ്പം തന്നെ ഇടയ്ക്ക് ഇവിടെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യും. അപ്പോൾ പ്ലേലിസ്റ്റിൽ 2 കോഴ്സുകളും പാരലായിട്ടുണ്ടാകും. ഇനി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന 2021 മാർച്ച് മുതൽ അങ്ങോട്ടുള്ള ക്ലാസ്സുകൾക്കാണ്. ഇടയ്ക്ക് ഇവിടെ സെലക്റ്റഡ് പോയിന്റ്സ് ക്ലാസ്സും ഉണ്ടാകും. അപ്പോൾ പുതിയതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ശ്രദ്ധിക്കുക, പ്ലേലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സ് 2020-21 എന്ന പേരിൽ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസ്സുകളുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, എക്സാമിന് മുമ്പ് നമ്മൾ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, നമ്മൾ എടുക്കുന്ന എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിച്ച ഒരു കോഴ്സിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നൽകിയാണ്. ദൗത്യം എന്ന പേരിൽ ഒരു 60 days കോഴ്സ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൺഅക്കാഡമിയിലെ ടോപ്പ് 9 എഡ്യൂക്കേറ്റേഴ്സ് 60 ദിവസം കൊണ്ട് സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളെ ബേസ് ഉള്ള റിവിഷൻസ്, അതേപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, സീരീസ് ടെസ്റ്റുകൾ, ഇങ്ങനെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ തയ്യാറെടുപ്പുകൾ ഏറ്റവും ഈസിയാക്കി മാറ്റാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു കോഴ്സാണ്. ഇപ്പോൾ ചേർന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ വളരെ ഈസിയാക്കി മാറ്റാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. അങ്ങനെ ചേർന്ന് പഠിക്കുന്നവർക്ക് നമ്മുടെ റഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ അടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അൺഅക്കാഡമിയിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരാണ് ഇവിടെ ക്ലാസ്സുകൾ നയിക്കുന്നത്. അപ്പോൾ പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. അപ്പോൾ ക്ലാസ്സിൽ എൻറോൾ ചെയ്യാനുള്ള ലിങ്കും അതേപോലെ അൺഅക്കാഡമിയിലെ എൻ്റെ പ്രൊഫൈലും സബ്സ്ക്രിപ്ഷൻ ലിങ്കും നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും ഞാൻ ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകളെ സംബന്ധിച്ച എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ഓരോ യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷനും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യുക. വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു കോഴ്സായിരിക്കും ഇത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ ഞാനിപ്പോൾ ജനുവരിയിൽ ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് മാർച്ച് ആകുമ്പോഴത്തേന് ചില കാര്യങ്ങളൊക്കെ ചേഞ്ച് വരും. അങ്ങനെ ചേഞ്ചസ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മിക്ക ക്ലാസ്സുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്ത് നോട്ടൊക്കെ എഴുതുന്നവർ അത് തിരുത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളൊരു പോയിന്റാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിനെ കുറിച്ച് എല്ലാവർക്കും ഓർമ്മയുണ്ട്. 2020 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ. ഇതിന് വേദി എറണാകുളമായിരുന്നു, അങ്കമാലിയിലായിരുന്നു ഇതിൻ്റെ വേദി നിശ്ചയിച്ചിരുന്നത്. 4ാമത് ഗ്ലോബൽ ഫെസ്റ്റിവൽ ആയിരുന്നു, ആയുർവേദിക് ഫെസ്റ്റിവൽ ആയിരുന്നു 2020. പക്ഷേ കോവിഡ് ഇഷ്യൂസ് കാരണം ഇത് നടന്നില്ല. പിന്നീട് നമ്മൾ 5ാമത്തെ, അതായത് 2021 വേദി നിശ്ചയിച്ചിരുന്നത് തിരുവനന്തപുരമാണ്. ഇത് വെച്ചുകൊണ്ടാണ് 2021 വേദി തിരുവനന്തപുരം എന്നൊരു ക്ലാസ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ 2020 ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവല് നടന്നില്ല, 4ാമത്തേത് നടന്നില്ല. ശേഷം അത് നീട്ടിവെച്ച്, അതായത് നടത്താൻ പറ്റുന്ന രീതിയിൽ അത് നീട്ടിവെച്ച് കൊണ്ടുപോയാലും നടന്നില്ല. 2021 അത് വെർച്വലായിട്ട് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് ഈ വെയിറ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ തിരുവനന്തപുരം വേദി എന്ന് പഠിച്ചിരുന്നു, അത് തിരുത്തുക. കാരണം 21 നടന്നില്ല സംഭവം. 21 നടന്നത് 2020 4ാമത് ഗ്ലോബൽ ആയുർവേദിക് ഫെസ്റ്റിവൽ ആയിരുന്നു. അത് വെർച്വലായിട്ടാണ് കണ്ടക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ 2020 21 അത് 4ാമത് ഗ്ലോബൽ ആയുർവേദിക് ഫെസ്റ്റിവൽ എന്ന പേരിലായിരിക്കും ചോദിക്കുക. വേദി ചോദിച്ചാൽ കൊച്ചി എഴുതുക. നമ്മൾ തിരുവനന്തപുരം എന്നൊരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു, അത് തിരുത്തിക്കൊള്ളുക. കൊച്ചിയാണ് വേദി. ഇതേപോലെ അപ്ഡേഷൻസ് വരുന്ന ഒരുപാട് പോയിന്റുകൾ ഞാൻ നോക്കുന്നുണ്ട് നമ്മൾ ചെയ്ത ക്ലാസ്സുകളിൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ ക്ലാസ്സുകളിലും അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് നോട്ടൊക്കെ എഴുതി പഠിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ്, ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ ചീഫ് കോച്ച് സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി രാധാകൃഷ്ണൻ നായർ. പഠിക്കുക, ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ ചീഫ് കോച്ച് സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാരെന്ന് ചോദിച്ചാലാണ് രാധാകൃഷ്ണൻ നായരാണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ ചീഫ് കോച്ച് സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി. ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ്.
ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ ചീഫ് കോച്ച് സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി ആരാണ്? രാധാകൃഷ്ണൻ നായർ. വീണ്ടും കേരളത്തിലൊരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച റെക്കോർഡാണ്. പ്രോഗ്രാം എഴുതാതെ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് US പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ യൂണിവേഴ്സിറ്റി കുസാറ്റ് ആണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് പ്രോഗ്രാം എഴുതാതെ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് US പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ യൂണിവേഴ്സിറ്റി. ശ്രദ്ധിച്ചോണം. നേരത്തെ ഒരു ക്ലാസ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ക്യാൻസർ ചികിത്സയ്ക്ക് സഹായകരമാകുന്ന കണ്ടുപിടുത്തത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച കേരളത്തിലെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിച്ച ഓർമ്മ കാണും. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, പ്രോഗ്രാം എഴുതാതെ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് US പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? കുസാറ്റ്. പഠിക്കുക. പ്രോഗ്രാം എഴുതാതെ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് US പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചതാണ് കുസാറ്റ്. വീണ്ടും 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരം വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങാൻ അവസരം നൽകുന്ന വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ ഏതായിരുന്നു? എൻഡ്. ഇപ്പോൾ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പോൾ മാനേജർ എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ച് പഠിച്ചിരുന്നു. എല്ലാവർക്കും ഓർമ്മയാണ് പോൾ മാനേജർ എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ച് പഠിച്ചിരുന്നു. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരം വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങാൻ അവസരം നൽകുന്ന വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ ആയിരുന്നു ഏത്? എൻഡ് ബട്ടൺ. നെക്സ്റ്റ്, കേരള ബാങ്കിന്റെ ആദ്യ ഭരണസമിതി പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ്. കേരള ബാങ്കിന്റെ ആദ്യ ഭരണസമിതി പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്കിന്റെ ആദ്യ ഭരണസമിതി പ്രസിഡന്റ് എന്ന് പറയുന്നത്. കേരള ബാങ്കുമായി റിലേറ്റ് ചെയ്ത അത്യാവശ്യം എല്ലാ പോയിന്റുകളും ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളും തിരുവനന്തപുരത്തെ സംസ്ഥാന സഹകരണ ബാങ്കുകളോടെ യോജിപ്പിച്ച് 2019 നവംബർ 29 കേരള ബാങ്ക് നിലവിൽ വന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ബാങ്കിന്റെ ആദ്യ CEO ആണ് PS രാജൻ. കേരള ബാങ്കിന്റെ ആദ്യ CEO ആണ് PS രാജൻ. അതേപോലെ കേരള ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ MS ശ്രീറാം കമ്മിറ്റി. കേരള ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ ഏതാണ്? MS ശ്രീറാം കമ്മിറ്റി. കേരള ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ എന്ന് ചോദിച്ചതാണ് MS ശ്രീറാം കമ്മിറ്റിയാണ് കേരള ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി. പഠിക്കേണ്ട പോയിന്റ് ആണ്, കേരള ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി എന്ന് ചോദിച്ചതാണ് MS ശ്രീറാം കമ്മിറ്റി. അപ്പോൾ ഇവിടെ പഠിക്കുക, കേരള ബാങ്കിന്റെ ആദ്യ ഭരണസമിതി പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കൽ. നെക്സ്റ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് സ്വന്തമാക്കുന്ന റൈഫിളിന്റെ പേരാണ് സ്മാഷ് 2000. ശ്രദ്ധിച്ചോണം. ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് സ്വന്തമാക്കുന്ന റൈഫിളിന്റെ പേരാണെന്ത്? സ്മാഷ് 2000. ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് സ്വന്തമാക്കുന്ന റൈഫിളിന്റെ പേരാണെന്ത്? സ്മാഷ് 2000. പഠിക്കുക, സ്മാഷ് 2000. വീണ്ടും കടുവകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചതിന് രാജ്യാന്തര പുരസ്കാരം നേടിയ ഇന്ത്യയിലെ കടുവാ സങ്കേതം പിലിഭിത്ത് ടൈഗർ റിസർവ്, ഉത്തർപ്രദേശ്. ശ്രദ്ധിച്ചോണം. നമുക്കറിയാം കടുവാ സെൻസസ്, പക്മാർഗ് എന്ന് പറഞ്ഞ കടുവാ സെൻസസ് നടന്നിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. അപ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, കടുവകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിക്കുന്നതിന് രാജ്യാന്തര പുരസ്കാരം നേടിയ ഇന്ത്യയിലെ കടുവാ സങ്കേതം ഏതാണ്? പിലിഭിത്ത് ടൈഗർ റിസർവ്, ഉത്തർപ്രദേശ് ആണ്. കടുവകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചതിന് രാജ്യാന്തര പുരസ്കാരം നേടിയ ഇന്ത്യയിലെ കടുവാ സങ്കേതം എന്ന് ചോദിച്ചാൽ ഏതാണ്? പിലിഭിത്ത് ടൈഗർ റിസർവ്, ഉത്തർപ്രദേശ്. വീണ്ടും കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ ഭീഷണി സൃഷ്ടിച്ച ബുറേവി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മാലിദ്വീപ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ചുഴലിക്കാറ്റുകളെല്ലാം നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കുന്നതാണ് കേട്ടോ. 2019 മുതൽ 2021 വരെയുള്ള എല്ലാ ചുഴലിക്കാറ്റുകളും നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ഓർത്തിരിക്കുക, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ ഭീഷണി സൃഷ്ടിച്ച ബുറേവി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ ഭീഷണി സൃഷ്ടിച്ച ബുറേവി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മാലിദ്വീപ്. വീണ്ടും അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സൂര്യാധർ തടാകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഡെറാഡൂൺ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സൂര്യാധർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂണിലാണ് സൂര്യാധർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സൂര്യാധർ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഡെറാഡൂണിലാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സൂര്യാധർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഉത്തരാഖണ്ഡിലാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സൂര്യാധർ തടാകം സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങളിൽ പ്രതിഷേധിച്ച് പത്മഭൂഷൺ തിരിച്ചു നൽകിയ പ്രമുഖ രാഷ്ട്രീയ നേതാവ്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങളിൽ പ്രതിഷേധിച്ച് പത്മഭൂഷൺ തിരിച്ചു നൽകിയ പ്രമുഖ രാഷ്ട്രീയ നേതാവ് പ്രകാശ് സിംഗ് ബാദൽ.
പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് പ്രകാശ് സിംഗ് ബാദൽ. പട്ടിക കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങളിൽ പ്രതിഷേധിച്ച് പത്മഭൂഷൺ തിരിച്ചു നൽകിയ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു ചോദിച്ചാലാണ് പ്രകാശ് സിംഗ് ബാദലാണ്. വീണ്ടും 40 ഇയേഴ്സ് വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന പുസ്തകം രചിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള സയന്റിസ്റ്റായ ഡോക്ടർ എ ശിവതാണുപിള്ളയാണ്. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള പുസ്തകമാണ് 40 ഇയേഴ്സ് വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ഡോക്ടർ എ ശിവതാണുപിള്ള. പഠിക്കുക 40 ഇയേഴ്സ് വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ഡോക്ടർ എ ശിവതാണുപിള്ള. 40 ഇയേഴ്സ് വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ഡോക്ടർ എ ശിവതാണുപിള്ള. വീണ്ടും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരി എന്ന ബഹുമതി ലഭിച്ച 7 വയസ്സുകാരിയായ ഇന്ത്യൻ പെൺകുട്ടി. ശ്രദ്ധിച്ചോണം, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരി എന്ന ബഹുമതി ലഭിച്ച 7 വയസ്സുകാരിയായ ഇന്ത്യൻ പെൺകുട്ടി അഭിജിത് ഗുപ്ത. ആ പുസ്തകത്തിന്റെ പേരായിരുന്നു ഹാപ്പിനെസ് ഓൾ എറൗണ്ട്. ഹാപ്പിനെസ് ഓൾ എറൗണ്ട്. അപ്പോൾ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരി എന്ന ബഹുമതി ലഭിച്ച 7 വയസ്സുകാരിയായ പെൺകുട്ടി ആരാണ്? അഭിജിത് ഗുപ്ത. എന്താണ് പുസ്തകത്തിന്റെ പേര്? ഹാപ്പിനെസ് ഓൾ എറൗണ്ട്. ഹാപ്പിനെസ് ഓൾ എറൗണ്ട്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരി എന്ന ബഹുമതി ലഭിച്ച 7 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ പേരാണ് അഭിജിത് ഗുപ്ത. എന്താണ് കൃതിയുടെ പേര്? ഹാപ്പിനെസ് ഓൾ എറൗണ്ട്. നെക്സ്റ്റ് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. സാമ്പത്തിക രംഗത്ത് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പുതിയ കണ്ടെത്തലുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ റിസർവ് ബാങ്ക് ഇന്നൊവേഷൻ ഹബിന്റെ ആദ്യ ചെയർമാൻ ക്രിസ് ഗോപാലകൃഷ്ണനാണ്. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തിക രംഗത്ത് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പുതിയ കണ്ടെത്തലുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ റിസർവ് ബാങ്ക് ഇന്നൊവേഷൻ ഹബിന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ക്രിസ് ഗോപാലകൃഷ്ണൻ. സാമ്പത്തിക രംഗത്ത് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പുതിയ കണ്ടെത്തലുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ റിസർവ് ബാങ്ക് ഇന്നൊവേഷൻ ഹബിന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ക്രിസ് ഗോപാലകൃഷ്ണൻ. ആരാണ്? ക്രിസ് ഗോപാലകൃഷ്ണൻ. സാമ്പത്തിക രംഗത്ത് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പുതിയ കണ്ടെത്തലുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ റിസർവ് ബാങ്ക് ഇന്നൊവേഷൻ ഹബിന്റെ ആദ്യ ചെയർമാൻ ക്രിസ് ഗോപാലകൃഷ്ണൻ. വീണ്ടും 2021 ഇന്റർനാഷണൽ ബേർഡ്സ് ഫെസ്റ്റിവലിന്റെ വേദി ഗോരഖ്പൂർ, ഉത്തർപ്രദേശ്. പഠിക്കേണ്ട പോയിന്റ് ആണ്. 2021 ഇന്റർനാഷണൽ ബേർഡ്സ് ഫെസ്റ്റിവൽ നടക്കുന്ന എവിടെയാണ്? ഗോരഖ്പൂർ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് 2021 ഇന്റർനാഷണൽ ബേർഡ്സ് ഫെസ്റ്റിവൽ നടക്കുന്നത്. വീണ്ടും 2030 സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിന്റെ സാക്ഷരതാ പദ്ധതി പട്ന ലിഖ്ന അഭിയാൻ. ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. 2030 സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിന്റെ സാക്ഷരതാ പദ്ധതിയുടെ പേരാണെന്ത്? പട്ന ലിഖ്ന അഭിയാൻ. പട്ന ലിഖ്ന അഭിയാൻ. 2030 സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സാക്ഷരതാ പദ്ധതിയുടെ പേരാണെന്ത്? പട്ന ലിഖ്ന അഭിയാൻ. പട്ന ലിഖ്ന അഭിയാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. പട്ന ലിഖ്ന അഭിയാൻ. വീണ്ടും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. രാജ്യമെമ്പാടും പൊതു വൈഫൈ എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. രാജ്യമെമ്പാടും പൊതു വൈഫൈ എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി PM വാണി, പ്രൈം മിനിസ്റ്റേഴ്സ് വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇനിഷ്യേറ്റീവ്. പഠിക്കുക, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. രാജ്യമെമ്പാടും പൊതു വൈഫൈ എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി എന്താണ്? PM വാണി, പ്രൈം മിനിസ്റ്റേഴ്സ് വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇനിഷ്യേറ്റീവ്. ലോകമെമ്പാടും പൊതു വൈഫൈ എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണെന്ത്? PM വാണി, പ്രൈം മിനിസ്റ്റേഴ്സ് വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇനിഷ്യേറ്റീവ്. പ്രൈം മിനിസ്റ്റേഴ്സ് വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇനിഷ്യേറ്റീവ്. നെക്സ്റ്റ്, എവറസ്റ്റിന്റെ പുനർനിർണയിക്കപ്പെട്ട ഉയരം. എവറസ്റ്റിന്റെ പുനർനിർണയിക്കപ്പെട്ട ഉയരം 8848.86 മീറ്റർ. ശ്രദ്ധിച്ചോണം, എവറസ്റ്റിന്റെ പുനർനിർണയിക്കപ്പെട്ട ഉയരം എത്രയും ചോദിച്ചാൽ എത്രയാണ്? 8848.86 മീറ്റർ ആണ് എവറസ്റ്റിന്റെ പുനർനിർണയിക്കപ്പെട്ട ഉയരം. പഠിക്കുക, എവറസ്റ്റിന്റെ പുനർനിർണയിക്കപ്പെട്ട ഉയരം എത്രയാണ്? 8848.86 മീറ്റർ. എവറസ്റ്റിന്റെ പുനർനിർണയിക്കപ്പെട്ട ഉയരം ചോദിച്ചാൽ എത്രയാണ്? 8848.86 മീറ്റർ. വീണ്ടും ICCയുടെ പുതിയ ചെയർമാൻ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, നമുക്കറിയാം ദുബായ് ആണ് ആസ്ഥാനം, സ്ഥിരമായി ചോദിക്കാറുണ്ട്. അപ്പോൾ ICCയുടെ പുതിയ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഗ്രേഗ് ബാർക്ലേ. പഠിക്കുക, ICCയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഗ്രേഗ് ബാർക്ലേ ആണ് ICCയുടെ പുതിയ ചെയർമാൻ. ICCയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഗ്രേഗ് ബാർക്ലേ. വീണ്ടും 2021 ഡൽഹിയിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ്സാണ് ബസ് ടു ലണ്ടൻ. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 2021
ഡൽഹിയിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് എന്താണ്? ബസ് ടു ലണ്ടൻ. 2021 ഡൽഹിയിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ്സാണ് ബസ് ടു ലണ്ടൻ. വീണ്ടും 2000 വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത സൗദി അറേബ്യയിലെ ആദ്യ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം. 2000 വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത സൗദി അറേബ്യയിലെ ആദ്യ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രത്തിന്റെ പേരാണ് ഹെഗ്രേ. 2000 വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത സൗദി അറേബ്യയിലെ ആദ്യ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം ഏതാണ്? ഹെഗ്രേ. ഏതാണ്? ഹെഗ്രേ. 2000 വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ആദ്യ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം ഏത് രാജ്യത്തെയാണ്? സൗദി അറേബ്യയിലാണ്. എന്താണ് അതിന്റെ പേര്? ഹെഗ്രേ. ഹെഗ്രേ. നെക്സ്റ്റ്, ചന്ദ്രോപരിതലത്തിൽ ദേശീയ പതാക സ്ഥാപിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം ചൈന. അമേരിക്കയ്ക്ക് ശേഷം ആ റെക്കോർഡ് ചൈനയാണ് സ്വന്തമാക്കുന്നത്. ചന്ദ്രോപരിതലത്തിൽ ദേശീയ പതാക സ്ഥാപിക്കുന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്നത് ചൈന. വീണ്ടും, കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം സിംഗപ്പൂരാണ്. കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം എന്ന് ചോദിച്ചതാണ് സിംഗപ്പൂരാണ്. കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം പഠിക്കുക. കൃത്രിമ മാംസത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം എന്ന് ചോദിച്ചതാണ് സിംഗപ്പൂർ. വീണ്ടും, രാജ്യാന്തര ക്രിക്കറ്റിൽ കളിക്കുന്നതിന് ICC നിശ്ചയിച്ച കുറഞ്ഞ പ്രായപരിധി. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ കളിക്കുന്നതിന് നിശ്ചയിച്ച കുറഞ്ഞ പ്രായപരിധി 15 വയസ്സാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ കളിക്കുന്നതിന് ICC നിശ്ചയിച്ച കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 15 വയസ്സ്. വീണ്ടും, 2022 ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പിന്റെ വേദി ഇന്ത്യ. 2022 ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പിന്റെ വേദി അവിടെ ചോദിച്ചാൽ എവിടെയാണ്? ഇന്ത്യയാണ് 2022 ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പിന്റെ വേദി. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും പോയിന്റ്സും കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് മുഴുവനും കേട്ടവർക്ക് വേണ്ടി ഇന്നത്തെ എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നു. ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായ വ്യക്തി. ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായ വ്യക്തി ആര്? അപ്പോൾ ക്ലാസ് കേട്ട എല്ലാവരും ഇതിന് ആൻസർ ചെയ്യണം. പദവികളൊക്കെ ഇങ്ങനെ ഓരോ ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണ്. അപ്പോൾ 2020 കറണ്ട് അഫേഴ്സ് ഇവിടെ തീരുന്നില്ല. നമ്മൾ മന്ത്ലി നോക്കിയ ഒരു 60% കാര്യങ്ങൾ തീർന്നു. പിന്നെ 2019 20 എടുത്തിട്ട് സെലക്റ്റഡ് പോയിന്റ്സ് കൂടി വീക്കിലി 1-2 ക്ലാസ്സിലായിട്ട് നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന 2021 കാരണം 2021 ജനുവരി ഫെബ്രുവരി നമ്മൾ പൂർത്തീകരിച്ചു. മാർച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീക്കിൽ തീർക്കുന്നതാണ്. അതിനുശേഷം ഏപ്രിലും ഈ മാസം തന്നെ മാർച്ചും ഏപ്രിലും നമ്മൾ പഠിച്ചു തീർക്കും. അങ്ങനെ ഓരോ മാസം 2-3 മാസം തീർത്ത് എക്സാമിന് മുമ്പ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചു തീർക്കും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത എല്ലാ കോഴ്സുകളും നമ്മൾ പഠിച്ചു തീർക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ട ഏക സപ്പോർട്ട് ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്യുക. ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്